സൂര്യ ഒന്നും മിണ്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. എന്നൊരു പേര് ധാരാളം പടം ഫസ്റ്റ് പാർട്ടിന് അത്ര ഇല്ലെങ്കിലും എന്തായാലും കണ്ടിന്യൂഷൻ അല്ലേ. അതെ, കറക്റ്റ് ആണ്. ഒരു ലെഫ്റ്റ് അങ്ങനത്തെ ഒരു ആശയങ്ങളാണ്. അപ്പൊ അവനെ 1.5 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചുകൊണ്ട് നമ്മൾ വെട്ടിമാരൻ സാറിന്റെ വിടുതലൈ പാർട്ട് 2 ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. പുള്ളിയുടെ സിനിമകൾ നമുക്കറിയാം, പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ എന്തൊക്കെ പൊളിറ്റിക്സ് ആണ് പുള്ളിക്കാരൻ തൊട്ടും തൊടാതെയും പറഞ്ഞേക്കുന്നതെന്ന് കേട്ടറിയാം. ഫുൾ പൊളിറ്റിക്കലാണ് പടം. വെട്ടിമാരൻ സാറിന്റെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് അടിപൊളിയാണ്. സൂര്യ എല്ലാവരും അടിപൊളിയാണ്. വിജയ് സേതുപതി സ്കോർ ചെയ്തു ഭയങ്കര. വിടുതല എങ്ങനെയുണ്ട്? അത് വെട്ടിമാരൻ പുള്ളിയുടെ പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊന്നൊരു വലിയ ജനങ്ങളെ ഏറ്റെടുക്കുന്ന ടൈപ്പ് മൂവിയാണ്. അതെ, ഡയറക്ടേഴ്സ് 100% ഡയറക്ടേഴ്സ്. അതെ, അത് വളരെ നന്നായിട്ടുണ്ട്. സൂര്യ എല്ലാവരും പെർഫോമൻസ് എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനൊരു ആക്ഷൻ അങ്ങനത്തെ സിനിമ എടുക്കുന്നതിന് കൂടുതൽ കുറച്ച് പൊളിറ്റിക്സ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ. പൊളിറ്റിക്സ് ക്ലിക്ക് ആയിട്ടുണ്ടോ? കണക്ട് ആയിട്ടുണ്ടോ? അതെ, കണക്ട് ആയിരുന്നു. ഒരു ലെഫ്റ്റ് അങ്ങനത്തെ ഒരു ആശയങ്ങളാണ്. കമ്മ്യൂണിസം. അതെ, കമ്മ്യൂണിസ്റ്റ്. അതെ, നല്ല പടം. എക്സ്പെക്ടേഷൻ പടമല്ലേ, സൂപ്പർ പടമാണ്. സംസാരമില്ല, ക്ലാസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് നല്ല മാസ് ആയിരുന്നു. ഇപ്പൊ ക്ലാസ് ആണ്. വിജയ് സേതുപതി, സൂര്യ സൂപ്പർ. അടിപൊളി, നല്ല ക്ലൈമാക്സ്, മീനിങ് ക്ലൈമാക്സ് ആണ്. അടുത്തൊരു പാർട്ടുണ്ടോ? ഇത് ലാസ്റ്റ്, ഇതാണ് ലാസ്റ്റ്. അടുത്ത് വരാൻ സാധ്യത. അത് ഓൾറെഡി അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്ങനെ നമ്മൾ വെട്ടിമാരൻ സാറിന്റെ ഡയറക്ഷൻ? പൊളിയല്ലേ. ഫസ്റ്റ് പാർട്ട് തന്നെ കിട്ടില്ലല്ലേ. സെക്കൻഡ് പാർട്ട് അതേപോലെ. അതിന് മേലെ ഫസ്റ്റ് പാർട്ടിന്റെ മേലെ തന്നെ നിൽക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ച് നല്ലതാണ്. എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി. എങ്ങനെയുണ്ട്? നല്ല പടം. എന്താണ് പറയാനുള്ള റിവ്യൂ? പൊളിറ്റിക്സ് വെട്ടിമാരുടെ ഒരു പൊളിറ്റിക്സ്. ഫസ്റ്റ് പാർട്ടിലെ എക്സ്പെക്ടേഷൻ എല്ലാം മീറ്റ് ചെയ്തു. നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല സിനിമ. ഫസ്റ്റ് പോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ട്. ഇതെല്ലാം നല്ല പടം. വെട്ടിമാരൻ എന്നൊരു പേര് ധാരാളം. സൂര്യ എങ്ങനെയുണ്ട്? സൂര്യ നല്ല. വിജയ് സേതുപതി അതേപോലെ അഭിനയിച്ചിട്ടുണ്ട്. വെട്ടിമാരൻ്റെ ആ ഒരു സിനിമ കറക്റ്റ് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയണല്ലേ വെട്ടിമാരൻ്റെ സ്റ്റൈൽ. ഇത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. എക്സ്പെക്ടേഷൻ എല്ലാം ഫുൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ്. ക്ലൈമാക്സ് ഇപ്പോഴും അതിലല്ലേ വെട്ടിമാരൻ കൊണ്ട് നിർത്തും. നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യില്ല. നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് കറക്റ്റ് ഒരു പൊളിറ്റിക്കൽ പരമായിട്ട് അതല്ലേ വെട്ടിമാരൻ സ്റ്റൈൽ. പടം ഫസ്റ്റ് പാർട്ടിന് അത്ര ഇല്ലെങ്കിലും എന്തായാലും കണ്ടിന്യൂഷൻ അല്ലേ. ഫസ്റ്റ് പാർട്ടിനെക്കാളും താഴെയാണ്. സ്റ്റോറി ആണോ അതോ മേക്കിംഗ് ആണോ? വെട്ടിമാരൻ നമുക്ക് തന്നെ അറിയാം. അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളിയാണ്. ആ പൊളിറ്റിക്സ് രീതിയൊക്കെ ഇതിലും കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പൊളിറ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റിലാണോ പൊളിറ്റിക്സ് കൂടുതൽ? ആ ഒരു മെസ്സേജ് ഫസ്റ്റ് ഹാഫിന് ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ചിന്തിക്കാനുണ്ട്. ഇമോഷണൽ ഒരു സംഭവം. പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെ വർക്കായോ? നല്ലപോലെ വർക്കായി. ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ പൊളിറ്റിക്സ് കൂടുതലുള്ളത്? അങ്ങനെ വെച്ചാൽ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ. സെക്കൻഡ് ഹാഫ് ഇല്ല, സെക്കൻഡിലാണ് കുറച്ചും കൂടെ ഉള്ളത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആണ്. സെക്കൻഡ് ഹാഫ് നല്ലപോലെ നല്ലപോലെ. സൂര്യാണ് വിജയ് സേതുപതി സാറാണ് മുന്നിൽ നിന്ന് കുറച്ച് ഒരു പടി. സൂര്യ ഒന്നും മിണ്ടുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ജസ്റ്റ് ആ ഒരു ഫ്ലോയിലങ്ങ് പോവാം. പക്ഷെ വിജയ് സേതുപതിയാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡയലോഗ്സും അങ്ങനെയുള്ള. മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയാണ്. അതെ, അടിപൊളി. അങ്ങനെ 2023 മാർച്ച് 31 തുടങ്ങിയ കാത്തിരിപ്പ്, അതായത് 1.5 വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. റിവ്യൂ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. മിക്സഡ് റിവ്യൂ ആയിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, അവരവരുടെ റിവ്യൂ പറയട്ടെ. വെട്ടിമാരൻ സാറിന്റെ പൊളിറ്റിക്സ് അവർക്കെല്ലാവർക്കും കണക്റ്റായി കാണാതിരിക്കാം. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ പടം കണ്ടിട്ട് തീരുമാനിക്കുക. ഞാൻ എപ്പോഴും പറയും പോലെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനോ എണ്ണം കൂട്ടാനോ ഒന്നിനും നിൽക്കണ്ട. പോയി കണ്ടിട്ട് വന്ന് വിലയിരുത്തുക.